ഭീതി കലർന്ന നിരാശയതിൽ പാപികൾ വിങ്ങിക്കരയുമ്പോൾ നിർദ്ദയമുയരും നരകത്തിൻ ജ്വാലകൾ അവരെ വിഴുങ്ങുന്നു. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ രക്ഷിക്കുകയും ചെയ്തത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുന്നു, സ്വർഗ്ഗവാസികൾ അങ്ങയെ സ്തുതിക്കുന്നു. എന്നാൽ അങ്ങ് ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കരുണാനിധിയാം കർത്താവേ, നിൻ രാജ്യത്തുന്നത മന്നവനായി നീ വാണരുളുമ്പോൾ ഓർക്കണമെന്നേ. ചോര ചൊരിഞ്ഞൊരു മരണത്താലേ മാനവനൂഴിൽ മോചനമേകി ദൈവകുമാരാ കനിയണം. വാനവരോടെ മധുര മനോഹര ഗീതികൾ പാടാൻ വരമരുളേണം. അകാലത്തിൽ നിന്ന് അങ്ങേ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തെന്നാൽ പാപങ്ങളുടെ മോചനം അങ്ങേ പക്കൽ നിന്നാണല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷ അവിടുത്തെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും പ്രകാശവുമായ ദൈവമേ, പാപികളും ബലഹീനരുമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനുമായ കർത്താവേ, ഈ ആത്മാവിന് നിത്യാശ്വാസം നൽകണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണം അടഞ്ഞവരെ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കുരിശുമരണം വഴിയായി നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും പുനരുദ്ധാനം വഴിയായി നിത്യജീവൻ ഞങ്ങളെ അർഹരാക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി പ്രിയ സഹോദരനെ ഓർമ്മയാചരിക്കുന്ന ഈ ദിവസത്തിൽ പാപികളായ ഞങ്ങൾ അയാൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവിതകാലത്ത് ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് ഇയാളെ വിശദീകരിക്കുകയും സ്വർഗരാജ്യത്തിൽ അങ്ങയുടെ തിരുമുഖം ദർശിക്കുവാനുള്ള അനുഗ്രഹം അയാൾക്ക് നൽകുകയും ചെയ്യണമേ. ഈ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ച എല്ലാവരെയും ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വീട്ടിലാണ്.